ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കല്യാണ ദിവസമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പോലെ വെറുതെ വീട്ടിലിരിക്കേണ്ട എവിടെയെങ്കിലുമൊക്കെ പോകാൻ വിചാരിച്ചാൽ ഭയങ്കര മഴയാണ്. എന്നാൽ മഴ കഴിഞ്ഞ് പോകാൻ വിചാരിച്ചാൽ ഇന്ന് പോക്ക് നടക്കും തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും രണ്ടും കൽപ്പിച്ച് വേഗം മാറ്റി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ സമയം 4-4:30 ആയി. പിന്നെ അതുകൊണ്ടാണ് ഇൻട്രോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. രണ്ട് കുട്ടികളെയും മാറ്റി ഒക്കെ റെഡി ആയി പോകണ്ടേ, അപ്പോൾ കുറച്ച് സമയമാവും. അതുകൊണ്ട് പിന്നെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പോണത് കോയമ്പത്തൂർ റോസോൺ മാൾക്കാണ്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ റോഡും കാടും കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. ഇതോ നമ്മൾ ഫ്രോസൺ മാൾക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. പാർക്കിംഗ് ഏരിയൊക്കെ ഫുള്ളാണ് കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നുണ്ട് മാളിൽ. ഏതായാലും നമുക്കൊന്ന് ഉള്ളിൽ പോയി നോക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 4 years കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, ഇതാ നമ്മൾ റോസോൺ മാൾക്കാണ് വന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. അവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ നമ്മൾ ഓരോ സന്തോഷങ്ങൾ, പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വീട്ടിൻ്റെയൊക്കെ ഏകദേശം അടുത്തെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. ഏകദേശം എത്രയാലും ഒരു 1-1.5 മണിക്കൂർ കേട്ടോ. അപ്പം നമ്മളത് അങ്ങനെ കുഞ്ഞിനായിട്ട് ഒരാൾ ഹസ്ബൻഡിൻ്റെ അടുത്താട്ടോ, ചെറിയ ആൾ എൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്ത് വന്ന പോലെ ആയി. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പം ഞങ്ങളത് എവിടെയാണ് മേടിക്കാമെന്ന് ഓരോ കടകളായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആൾ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ആദ്യം ഒരു ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന്. പുറത്ത് നല്ലൊരു എൻട്രൻസിൽ നല്ല ഇതെങ്ങനെ ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പം ഞങ്ങളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ കുട്ടിയും ഞാൻ എല്ലാവരും പാടെ ഉള്ളിലേക്ക് കയറി. ഞാൻ എന്ന് വരുമ്പോഴും ഈ ഒരു ടെഡീൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ നടക്കൂല. അത് ഇന്ന് രണ്ടും കൽപ്പിച്ചെടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എടുക്കാനൊക്കെ പറയണ്ടേ. ഇതാണ് കേട്ടോ ലണ്ടൻ ബസ്. ഞങ്ങളിതിൽ കയറിയിട്ടില്ല ഇതുവരെ. ഇനി വേറൊരു ട്രെയിൻ ഉണ്ട്, അത് നോക്കി നടക്കുക കേട്ടോ. അതിൽ ഞാനും കുട്ടി എപ്പോഴും അതിൽ കയറും, അല്ലെങ്കിൽ ഹസ്ബൻഡും മോനും കയറും. പിന്നെ അത് ഫൺ അൺലിമിറ്റഡിൽ നിന്ന് നമുക്ക് അതിനകത്തുള്ള ഒരു ക്രെഡിറ്റ് കാർഡല്ല, ഒരു കാർഡ് പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനകത്ത് ഓൺ ടൈം പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്വൈപ്പ് ചെയ്തിട്ട് അവിടുത്തെ ടോയ്സിലൊക്കെ കളിക്കാം കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ആ ട്രെയിനൊക്കെ തിരഞ്ഞ് നടക്കുകയാണ്. ഇപ്പോൾ സമ്മറായ കാരണം അത് അവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു തെങ്ങോ ഹെലികോപ്റ്റർ എന്തൊക്കെയോ പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് സമ്മറിനൊക്കെ എഴുതിയിട്ട്. ഇതാ ട്രെയിൻ ഇതാ വരുന്നു കേട്ടോ. ഞങ്ങളിതിൽ കയറാറുണ്ട്. കുട്ടികൾക്കൊരു 100 എങ്ങാണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വന്നാൽ ഈ ട്രെയിനിൽ കയറാതെ പോകാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഞാനും മോനാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും 150 ആണ് കേട്ടോ ചാർജ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ടോയ് ട്രെയിനിൽ പോവുകയാണ് കേട്ടോ. എൻ്റെ കുട്ടീൻ്റെ മുഖത്തത്തെ സന്തോഷം എന്താ അത്. അങ്ങനെ ഞങ്ങൾ താറ്റയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3, അതായത് ആ മേലത്തെ ഫ്ലോർ മൊത്തം 2-3 വട്ടം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇറക്കി വിടും കേട്ടോ. ഓരോ രസം. നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒന്ന് കണ്ടിട്ടും നമ്മൾ ഇരുന്നിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ കുട്ടികളപ്പം ഇങ്ങനെ കയറി ഓരോ രസം കേട്ടോ. അപ്പം അങ്ങനെ പോവാം. ട്രെയിൻ നമ്മൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു കേട്ടോ. പക്ഷേ എൻ്റെ മോൻ അതിന് ഇറങ്ങണേ ഇല്ല. അതിനത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൻ എപ്പോൾ എവിടേക്ക് വന്നാലും ഇതിൽ കയറും കേട്ടോ. അതാണ് അവനെ ഇറങ്ങാത്തത്. ഞാൻ കുറേ വിളിച്ചിട്ട് വരുന്നതന്നെയല്ല കേട്ടോ. ലാസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞ് അവനെ നമ്മൾ ഇറക്കി. ഇനി നമ്മൾ പോണത് അൺലിമിറ്റഡ് ഷോപ്പ് കേട്ടോ. ഇത് സുഡിയോൻ്റെ അതേ ഒരു ടൈപ്പാണ്. പക്ഷേ സുഡിയോൻ്റെ അത്രയ്ക്ക് അതേപോലെയൊക്കെ തന്നെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷേ അവിടെ കുട്ടികൾക്ക് പറ്റിയ കളക്ഷനൊന്നും ഇല്ല. ഈ ഒരു വൈറ്റ് ടീഷർട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. എൻ്റെ മോനത് ഭയങ്കര ഓടിക്കളി കേട്ടോ. അതവിടെ ഒളിഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് പിടിക്കാൻ വരിക, അങ്ങനെയൊക്കെ കളിക്കുകയാണ്. പിന്നെ നമ്മൾ കുട്ടികൾ അത്രയൊക്കെ കളക്ഷനുള്ളൂ. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ വിട്ട് സ്റ്റുഡിയോയിലേക്ക് കേട്ടോ.
ഭയങ്കര സ്പീഡിലായിട്ട് വരുന്നത്. അതൊന്നാമത് നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല ടൈൽസിൽ. അപ്പം ഞാൻ ചെരുപ്പം കുറേ ആയി എടുത്തിട്ട്, അപ്പോൾ നമുക്ക് പറ്റിയ ചെരുപ്പൊക്കെ ഒന്നുണ്ടോ നോക്കാൻ പോയി. പക്ഷെ ചെരുപ്പൊന്നും എനിക്ക് പറ്റിയതില്ല. എനിക്ക് ഫ്ലാറ്റാട്ടോ വേണ്ടത്. ഫ്ലാറ്റൊന്നും ഇവിടെ അത്രയ്ക്ക് കളക്ഷൻ ഇല്ല. അപ്പം പിന്നെ നമ്മൾ അതൊക്കെ നോക്കി നമുക്ക് സെറ്റായതില്ല. ഞങ്ങൾ പിന്നെ സുഡിയോക്ക് കയറുന്നതിൻ്റെ മുന്നേ സ്പാർക്കാ തോന്നുന്നു കേട്ടോ, സൂപ്പർ മാർക്കറ്റിൽ കയറിയിരുന്നു. പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. അത് ഞാനത് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഇനിയൊരു വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് കുറേ നടന്ന് മടുത്ത് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ്. പോയിട്ട് നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയിട്ടോ. ഞാൻ കുറേ ഇടയിൽ ടോ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഞാനത് കുറേ ആയി ശ്രദ്ധിക്കണം, മാറ്റണം എന്ന് വിചാരിക്കുന്ന പേക്ക അങ്ങനെ അങ്ങോട്ട് കഴിയുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ മാംഗോയുടെ ഫ്ലേവറാണ് ഓർഡർ ചെയ്തത്. അത് രണ്ടാൾക്ക് ഓരോന്ന് കഴിച്ചു. എൻ്റെ മോനത് കണ്ടിട്ട് ഇങ്ങനെ കാക്കുന്നുണ്ട്. എനിക്ക് ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ല. നമ്മളങ്ങനെ വരുന്ന വഴിക്ക് ഒരു ഹോട്ടൽ കയറിയിട്ടോ. സമയം ഒരുപാടായി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ മെനു ഒക്കെ നോക്കണം എന്താ കഴിക്കാമെന്ന്. ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ്, ഒരു വെജ് ഫ്രൈഡ് റൈസ്, പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫുഡൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.